അടുത്തതായിട്ട് നമുക്കതിൻ്റെ ബാക്കി നോക്കണം. തിയറത്തിൻ്റെ 5.27-3 വരെ നമ്മൾ പറഞ്ഞത്. അടുത്തതായിട്ട് ഡയമെൻഷൻ ജി ഓഫ് ലാംഡ ഇസിക്കൽ മ്യൂ ഈക്വൽ ടു നൾ സ്പേസ് ഓഫ് ടി ലാംഡ റേസ് ടു n 4 ആണ്. If let P of t, Q of t and R of t be the characteristic polynomials of the linear operators t restricted to g of lambda and of t restricted to R of t minus lambda raised to l respectively. അപ്പം ടി റെസ്ട്രിക്റ്റഡ് ടു ജി ലാംഡ എന്ന് പറഞ്ഞാൽ ടിയുടെ ഡൊമൈൻ ജി ലാംഡ ആയിട്ട് കാണുന്നു. ടി റെസ്ട്രിക്റ്റഡ് ആർ ടി മൈനസ് ലാംഡ റേസ് ടു എൽ എന്ന് പറഞ്ഞാൽ ഡൊമൈൻ അത്. അന്നേരമുള്ള ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽസ് ആണ് പിയും ക്യൂവും ആറും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ജി ഇങ്ങനെ എന്താ പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽസ് ബൈ ടൂവിനകത്ത് നമ്മൾ പ്രൂവ് ചെയ്തത് എന്താണ്? ഈ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽസ് ഓഫ് ടി റെസ്ട്രിക്റ്റഡ് ടു ജി ലാംഡ ആൻഡ് ഓഫ് ടി റെസ്ട്രിക്റ്റഡ് ടു ആർ ഒ ടി മൈനസ് ലാംഡ എന്ന് അറിയാം. അപ്പം ആ പറഞ്ഞ കാര്യം ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റും? പി ഒ ടി സിക്കൽ ക്യൂ ടിൻ്റെ ആർ ഒ ടി എന്ന് എഴുതാം. സിൻസ് ലാംഡ ഇസ് ഓൺലി ഐഗൻ വാല്യൂ ടി റെസ്ട്രിക്റ്റഡ് ടു ജി ഓഫ് ലാംഡ ആൻഡ് ലാംഡ ഇസ് നോട്ട് ആൻ ഐഗൻ വാല്യൂ ടി റെസ്ട്രിക്റ്റഡ് ടു ആർ ഒ ടി മൈനസ് ലാംഡ ഐ റേസ് ടു എൽ. ലാംഡ എന്ന് പറയുന്നത് ടി റെസ്ട്രിക്റ്റഡ് ടു ജി ലാംഡയുടെ ഐഗൻ വാല്യൂ ആണ്. അതിൻ്റെ ഒരേ ഒരു ഐഗൻ വാല്യൂ. കാരണം ജി ഓഫ് ലാംഡ എന്ന് പറയുന്നത് അതിനകത്ത് വരുന്നത് മുഴുവനും ജനറലൈസ്ഡ് ഐഗൻ വെക്ടേഴ്സ് കറസ്പോണ്ടിങ് ടു ലാംഡയാണ്. ഓക്കെ, അപ്പം ജനറലൈസ്ഡ് ഐഗൻ വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ പിന്നെ ഇനി വേറെ ഐഗൻ വാല്യൂ അവിടെ വരത്തില്ല ഇനി കറസ്പോണ്ടിങ് ആയിട്ട്. ആൻഡ് ലാംഡ ഇസ് നോട്ട് ആൻ ഐഗൻ വാല്യൂ. കാരണം ഒരേ ഐഗൻ വെക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ട് പല പല ഐഗൻ വാല്യൂ വരത്തില്ല. ഇനി ലാംഡ ഇസ് നോട്ട് ആൻ ഐഗൻ വാല്യൂ ടി റെസ്ട്രിക്റ്റഡ് ടു ആർ ഒ ടി മൈനസ് ലാംഡ റേസ് ടു എൽ. അതേപോലെ തന്നെ ലാംഡ എന്ന് പറയുന്നത് ഈ പറഞ്ഞ സംഭവത്തിൻ്റെ, കാരണം അത് നേരം നമ്മൾ പ്രൂവ് ചെയ്താണ് ലാംഡ ഡസ് നോട്ട് ബിലോങ്സ് ടു ഐഗൻ സ്പെക്ട്രം ഓഫ് ആർ ഒ ടി മൈനസ് ലാംഡ റേസ് ടു എൽ എന്നും നമ്മൾ പ്രൂവ് ചെയ്തായിരുന്നു. അപ്പം ലാംഡ ഇവിടെ വരത്തില്ല. അപ്പം ടി റെസ്ട്രിക്റ്റഡ് ടു ജി ലാംഡയുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലായ ക്യൂ ഓഫ് ടിയുടെ ഫാക്ടറായിട്ടായിരിക്കും ഈ ടി മൈനസ് ലാംഡ വരുന്നത്. കാരണം ലാംഡ എന്ന് പറയുന്ന ഐഗൻ വാല്യൂ ആണ്. ടി മൈനസ് ലാംഡ എന്ന് പറയുന്നത് ലാംഡ ഐഗൻ വാല്യൂ ആണെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെ റൂട്ടും കൂടെ ആയിരിക്കും ഈ ലാംഡ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടി മൈനസ് ലാംഡ എന്ന് പറയുന്നത് അതിൻ്റെ ഫാക്ടറാണെന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ ടി മൈനസ് ലാംഡ ഇസ് എ ഫാക്ടർ ഓഫ് ക്യൂ ഓഫ് ടി എന്ന് കിട്ടും. ആൻഡ് ടി മൈനസ് ലാംഡ എന്ന് പറയുന്നത് ആർ ഓഫ് ടിയുടെ ഫാക്ടർ അല്ല, കാരണം അതിൻ്റെ ഐഗൻ വാല്യൂ അല്ല ലാംഡ. മോർ ഓവർ ടി മൈനസ് ലാംഡ റേസ് ടു മ്യൂ ഡിവൈഡ്സ് പി ഓഫ് ടി ആൻഡ്. അപ്പോൾ ഈ ടി മൈനസ് ലാംഡ എന്ന് പറയുന്നത് പി ഓഫ് ടിയുടെ ഫാക്ടർ ആയതുകൊണ്ട് നമുക്ക് ടി മൈനസ് ലാംഡ റേസ് ടു മ്യൂ എന്ന് പറയുന്നത് പി ഓഫ് ടിയുടെ ഫാക്ടറാന്ന് കിട്ടും. ഓക്കെ, മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റിയാണ് ഈ മ്യൂ എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടില്ലേ നോക്കട്ടെ. ഗാമ മ്യൂ ആൻഡ് എൽ വിത്ത് ജിയോമെട്രി മൾട്ടിപ്ലിസിറ്റി അപ്പോൾ അത് ഈ ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫാക്ടറായിട്ട് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ, പോളിനോമിയലിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിനകത്തിൽ എത്ര പ്രാവശ്യം ഒരു ഫാക്ടറായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ പവറാണ് എന്ത് ഈ ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടി മൈനസ് ലാംഡ റേസ് ടു മ്യൂ എന്ന് പറയുന്നത് ഡിവൈഡ്സ് പി ഓഫ് ടി ആൻഡ് ടി മൈനസ് ലാംഡ റേസ് ടു മ്യൂ പ്ലസ് 1 ഇസ് നോട്ട് എ ഫാക്ടർ ഓഫ് പി ഓഫ് ടി. ടി മൈനസ് ലാംഡ റേസ് ടു മ്യൂ എന്ന് പറയുന്നത് പി ഓഫ് ടിയുടെ ഫാക്ടറാണ്. ടി മൈനസ് ലാംഡ റേസ് ടു മ്യൂ പ്ലസ് 1 എന്ന് പറയുന്നത് പി ഓഫ് ടിയുടെ ഫാക്ടർ അല്ല. കാരണം മ്യൂ പ്ലസ് 1 ഫാക്ടർ ആയി കഴിഞ്ഞാൽ ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി എന്താവും? മ്യൂ പ്ലസ് 1 ആയിട്ട് മാറും. ഓക്കെ, ഇനി ആസ് ക്യൂ ഓഫ് ടി ഈസ് എ മോണിക് പോളിനോമിയൽ. ഇനി ക്യൂ ഓഫ് ടി എന്ന് പറയുന്ന ഒരു മോണിക് പോളിനോമിയലാണ്. എല്ലാ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽസും മോണിക് പോളിനോമിയൽസ് ആണ്. ക്യൂ ഓഫ് ടീനെ ടി മൈനസ് ലാംഡ റേസ് ടു മ്യൂ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ, വേറെ ഐഗൻ വാല്യൂസ് ഒന്നും അതിനില്ല. ഇതെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് പറയാം ക്യൂ ഓഫ് ടി എന്ന് പറയുന്നത് ഈ ടി മൈനസ് ലാംഡ റേസ് ടു മ്യൂ ആണ്. വേറെ ഏതെങ്കിലും ഒരു ഫാക്ടർ വന്നാൽ അതിനകത്ത് വരുന്ന റൂട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഐഗൻ വാല്യൂ ആവും. വേറെ ഐഗൻ വാല്യൂ ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഫോം ടി മൈനസ് ലാംഡ റേസ് ടു മ്യൂ ആണ്. ഇനി ദാറ്റ് ഈസ് മ്യൂ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ജി ഓഫ് ലാംഡ. അതെങ്ങനെ കിട്ടും? ജി ഓഫ് ലാംഡ എന്ന് പറയുന്ന സംഭവത്തിൻ്റെ പിന്നെ നമ്മളെ അതിനെ ഇങ്ങനെ
എന്താ പറയുക, ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞത് തന്നെ ഈ രീതി മെട്രിക്സ് എഴുതുമ്പോൾ കിട്ടുന്നതല്ലയോ. അപ്പോൾ അത് ഡിറ്റർമിനൻ്റ് ഓഫ് ടി മൈനസ് ലാംഡ റേസ് ടു n എന്നാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് എത്ര പ്രാവശ്യം ഇവിടെ റിപ്പീറ്റ് ചെയ്തു, മ്യൂ ടൈംസ് വന്നു. അപ്പോൾ ഈ രീതിയിൽ ഇത്രയും ലാംഡ പവറിൽ മ്യൂ വന്നെങ്കിൽ അത്രയും ടൈംസ് ഡയഗണലിൽ ലാംഡ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാണ്. അപ്പോൾ എത്ര റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മ്യൂ ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അത്രയും വെക്ടറിന് നമ്മളെങ്ങനെ ഈ മെട്രിക്സ് എഴുതുന്നത്, മെട്രിക്സ് എഴുതുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിസിലുള്ള എലമെൻസിൻ്റെ ഇമേജ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കോഎഫിഷ്യൻസ് ഇങ്ങനെ കോളമായിട്ട് എടുത്ത് വെക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പം അങ്ങനെ എത്ര എണ്ണം കിട്ടും നമുക്ക്, ഇവിടെ മ്യൂ എണ്ണം കിട്ടുന്നുണ്ട്. ഓക്കെ, വേറെ കിട്ടത്തുമില്ല. അത് താഴെ ഒരു ഇക്വേഷനായിട്ട് എഴുതിയിട്ടുണ്ട്. അത് പറയാതെ തന്നെ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് പറയാവുന്നതേ ഉള്ളൂ. മ്യൂ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ജി ഓഫ് ലാംഡ എന്ന്. അല്ലെങ്കിൽ നമുക്ക് പറയാം ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പേസിൻ്റെ ഡയമെൻഷനാണ് വരുന്നത്. ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെ എല്ലാ ഫാക്ടേഴ്സിൻ്റെയും കൂടെ പവറിൻ്റെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെയാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അവിടുത്തെ ആ ഒരു സ്പേസിൻ്റെ ഡയമെൻഷനാണ്. ഇത് ഞാൻ എഴുതിയതാണ് താഴോട്ടുള്ള ഇക്വേഷൻ. അതിപ്പം എനിക്കത് വേണമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് അത് എഴുതണ്ട. സിൻസ് ജി ഓഫ് ലാംഡ ഈസ് ഈക്വൽ ടു നമുക്കറിയാം NT മൈനസ് ലാംഡ റേസ് ടു L ആണ്. അത് ഈക്വൽ ടു NT മൈനസ് ലാംഡ റേസ് ടു, പിന്നെ ഏത് പവർ കൊടുത്താലും അത് തന്നെയാണ്. വി ഗെറ്റ് മ്യൂ ഈസ് ഈക്വൽ ടു NT മൈനസ് ലാംഡ I ദ ഹോൾ റേസ് ടു N. എന്ന് ഈ ഡയമെൻഷൻ ഓഫ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ജി ഓഫ് ലാംഡ എന്ന് പറയുന്നത് NT മൈനസ് ലാംഡ റേസ് ടു L ആണ്. അത് ഈക്വൽ ടു NT മൈനസ് ലാംഡ റേസ് ടു N എന്ന് എഴുതാം. L എന്ന് പറയുന്നത് അസെൻ്റാണ്, അതിന് ശേഷം വരുന്ന എല്ലാ പവറും ഇതിനോട് ഈക്വലാണ്. വി ഗെറ്റ് മ്യൂ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എന്നുണ്ട്, ഡയമെൻഷൻ ഓഫ് NT മൈനസ് ലാംഡ ദ ഹോൾ റേസ് ടു N. കാരണം ജി ഓഫ് ലാംഡയുടെ ഡയമെൻഷനായിട്ട് നമുക്ക് കിട്ടിയല്ലോ, ജി ഓഫ് ലാംഡ ഇതിനോട് ഈക്വലാണ്.